ഇത് കുറച്ച് മുമ്പേ ഉള്ളൊരു വീഡിയോ ആണ്. എൻ്റെ എൻഗേജ്മെന്റിന് വേണ്ടിയിട്ട് നാട്ടിലേക്ക് വന്നിട്ടുള്ള വീഡിയോയും ജർമ്മനിയിൽ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയത് വേറൊന്നും കൊണ്ടല്ല, സമയമില്ലാത്തത് കൊണ്ടാണ് എഡിറ്റ് ചെയ്യാൻ. അങ്ങനെ സമയം കിട്ടി എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും കുറച്ചധികം ലേറ്റ് ആയി പോയി. ഇത്രയും ലേറ്റ് ആയ സ്ഥിതിക്ക് ഇടണ്ടെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിച്ചെടുത്ത് ഒത്തിരി വിഷ്വൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇടാന്ന് വിചാരിച്ചത്. ഹലോ, ചിക്കുവാണ്. അപ്പം ഞാൻ നാളെ നാട്ടിൽ പോവാണ്. സെമിസ്റ്റർ ബ്രേക്ക് ഉണ്ട്. അപ്പം ഇന്ന് ലാസ്റ്റ് എക്സാം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം അതിൻ്റെ ക്ഷീണത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണൊക്കെ കുഴിഞ്ഞ് ഉറക്കമൊന്നും കിട്ടാണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാത്രിയായി, പക്ഷെ നാളെ രാവിലെ തന്നെ പോകണം. 9:30ക്കാണ് ഫ്ലൈറ്റ് ഉള്ളത് ഇവിടുന്ന്. അപ്പം ഞാനിപ്പം എക്സാമിൻ്റെ തിരക്കായതുകൊണ്ട് പാക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു പാക്ക് ചെയ്യുമ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന്. ഞാൻ നാട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കസിൻസും ഫ്രണ്ട്സും ഒക്കെ വരുന്നതല്ലേ, അപ്പം എന്തായാലും അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പം എന്തായാലും നമുക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ വാങ്ങിയെന്ന് കാണാം. ഞാനിപ്പം ബാഗിനകത്ത് എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്വീറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാം. അത് ഞാൻ ഇതാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് മിനി 5 സ്റ്റാർ പോലത്തെ ഒരു മുട്ടായിയാണ് തോന്നുന്നത്. എനിക്കറിയില്ല ടേസ്റ്റ് ഉണ്ടാവോ ഇല്ലയോ എന്ന്. ഞാൻ ഗസ് ചെയ്ത് വാങ്ങിച്ചോണ്ട് പോകുന്നതാണ്. എല്ലാ മുട്ടായി അങ്ങനെ, എനിക്ക് എല്ലാത്തിൻ്റെയും ടേസ്റ്റ് അറിയില്ല. കണ്ടപ്പം ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നത് മാത്രം വാങ്ങിയതാണ്. ഈ ഒരു മുട്ടായി എൻ്റെ അടുത്ത് മാമൻ വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞതാണ്. മാമൻ ജർമ്മനിയിൽ നിന്ന് വരുമ്പോൾ വേറെ എന്ത് കൊണ്ടുവന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഒരു മുട്ടായി എനിക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് മാമനുള്ളതാണ്. മാമന് മാത്രമല്ല ഞാനും അമ്മയൊക്കെ എന്തായാലും കഴിക്കും. ഇതൊരു മിനി ചോക്ലേറ്റ് ബോക്സ് ആണ്. പിന്നെ ലിൻറ്റിൻ്റെ ഈ ഒരു ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റിന് ആക്ച്വലി ഇത് നല്ല മുട്ടായിയാണ്, പക്ഷേ ഈ ഫ്ലേവർ നല്ലതാണോ ഇല്ലയോ അറിയില്ല. എന്തായാലും വാങ്ങിയിട്ടുണ്ട്. പിന്നെ മിൽക്ക ഓരിയോ. ഓക്കെ, സോ ഇതിനെപ്പറ്റി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനൊരു ദിവസം ഞാൻ മിൽക്കയുടെ നല്ല മുട്ടായാണ് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ നോർമൽ ഫ്ലേവർ പ്ലെയിൻ ഫ്ലേവർ വാങ്ങിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അത്ര ഭയങ്കര ഡയറി മിൽക്കിനെ കാട്ടി സൂപ്പർ അങ്ങനെയൊന്നും തോന്നിയില്ല. എന്നാലും നല്ല ചോക്ലേറ്റാണ്, അത്രേ തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാനൊരു ദിവസം മിൽക്ക ഓറിയോ വാങ്ങിച്ചു നോക്കി. ഉയ്യോ, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഇത് കഴിച്ച് നോക്കിയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് അമ്മയ്ക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണമായിരുന്നു. നെക്സ്റ്റ് നാട്ടിൽ പോകുമ്പോൾ എന്തായാലും അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ നാട്ടിലെത്തുമ്പോൾ എന്ത് പോലെ ആവുന്ന ഒരു ഐഡിയ, കാരണം നാട്ടിൽ ഭയങ്കര ചൂടാണെന്ന് എല്ലാവരും പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം ഇത് നന്ദൻ്റെ വീട്ടിലേക്ക് വാങ്ങിയ ഒരു ചോക്ലേറ്റ് ബോക്സ് ആണ്. ഇത് ശരിക്കും നല്ല ടേസ്റ്റ് ആണ് ചോക്ലേറ്റ്. ഇത് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ആണ് ഉണ്ടാവുക, പക്ഷേ ആ ഓരോ ഫ്ലേവേഴ്സ് നല്ല ടേസ്റ്റ് ആണ്. അതുകൊണ്ട് ഞാൻ വാങ്ങിയതാണിത്. ചോക്ലേറ്റിൻ്റെ റോളും കൂടെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ചോക്ലേറ്റ് ആയിട്ട് ഞാൻ കൊണ്ടുവന്നത്. പിന്നെ അതല്ലാതെ ഞാൻ കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ്. ഞാനിത് അമ്മയ്ക്ക് വേണ്ടി DM എന്ന് വാങ്ങിയതാണ്. ഇത് ശരിക്കും ഇതും വൈറ്റമിൻ സിയും റെറ്റിനോളും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, നല്ലത് തന്നെയാണ്. അങ്ങനെ പാക്കിങ് കഴിഞ്ഞു. ഇത്ര സാധനങ്ങളാണ് പാക്ക് ചെയ്യാനായിട്ട് ഉള്ളത് എന്ന് തോന്നുന്നു. ഞാൻ ലാപ്ടോപ്പ് പ്രാവശ്യം എടുക്കുന്നില്ല, കാരണം എനിക്ക് അതിൻ്റെ വെയിറ്റും കൂടെ താങ്ങാൻ വയ്യ. എൻ്റെ നെക്ക് പില്ലോ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ പാക്കിങ് കഴിഞ്ഞു. ഒന്ന് നീണ്ട് നിവർന്ന് കിടന്ന് ഉറങ്ങണം. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നാളെ രാവിലെ കാണാം. ഹായ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ റെഡിയായി. അപ്പം ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇന്ന് കുറച്ച് ലേറ്റായി, അപ്പോൾ ഓടട്ടെ. എന്ത് എത്താത്തത്? അപ്പോൾ നമുക്ക് പോകാം വീട്ടിൽ. പുലർച്ചെ 6:30 ഞാൻ ഓടുകയാണ്. ഇതാണ് എൻ്റെ സ്ഥലം കേട്ടോ. നല്ല രസമുണ്ടാക്കി കാണാൻ. റെയിൽവേ സ്റ്റേഷനിലേക്ക് ബസ് പിടിച്ച് പോവുകയാണ് രാവിലെ. ഇതാണ് ഡ്രെസ്ഡൻ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ ബസ് കറക്റ്റ് സമയത്തായിരുന്നു, അല്ല കറക്റ്റ് അല്ല, നേരത്തെ ആയിരുന്നു ആക്ച്വലി. അപ്പം ഞാൻ അവിടെ എത്തിയപ്പോൾ തന്നെ ബസ് വന്നു, ഓടിപ്പോയി ബസ് പിടിക്കുകയാണ് ചെയ്തത്. അച്ഛൻ കേട്ട് കഴിഞ്ഞാൽ എന്നെ തല്ലിക്കൊല്ലും. അപ്പോൾ ഇപ്പം ബാനോഫിലേക്ക് കയറാം. ബാനോഫ് എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറാൻ പോവാണ്. 6:48 ഉള്ളൂ ട്രെയിന്. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാണ് മൂത്തവർ പറയുന്നത് അനുസരിക്കണം. നേരത്തെ എണീച്ചില്ല, 5 മണിക്ക് എണീച്ചു, അതുകൊണ്ടാണ്. ഓക്കെ, ട്രെയിൻ വന്നിട്ടില്ല. നമുക്കിവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ വലിയ തണുപ്പില്ല ഇവിടെ. 2 ഡിഗ്രി എന്നാണ് കാണിക്കുന്നത്, പക്ഷെ എനിക്ക് തണുക്കുന്നൊന്നുമില്ല, ചൂടെടുക്കുന്നുണ്ട്. ഓടിയോണ്ടാവും ചിലപ്പം. 14th പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരുന്നത്. ഇതാ നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. ഇതിലാണ് നമുക്ക് പോകേണ്ടത്. ഇതൊരു ഡബിൾ ഡെക്കർ ട്രെയിൻ ആണ്. ഞാൻ പണ്ട് ഇതേപോലെ ഡബിൾ ഡെക്കർ ട്രെയിനിൽ കയറാൻ എക്സൈറ്റഡ് ആണെന്നും പറഞ്ഞ് മേലെ കയറി പോയി. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് അത് ഫസ്റ്റ് ക്ലാസ് മാത്രമായിരുന്നു. അങ്ങനെ ഞാൻ TTR വരുന്നതിന് തൊട്ട് മുന്നേ ചാടി ഓടി ഇറങ്ങിയതാണ്. മുകളിലും പോവാൻ തോന്നുന്നു.
അപ്പുറത്തൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോകാൻ തോന്നുന്നു, പക്ഷേ ഞാൻ പോകണില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് കയറി ചെന്നതാണ്. വലിയ പേടി. അതുകൊണ്ട് ഞാനിപ്പോൾ വിചാരിച്ചു താഴെ തന്നെ ഇരിക്കാമെന്ന്. ഓക്കെ, 6:48 എടുക്കുള്ളൂ, സമയമുണ്ട്. ഇനി കയറിയിരിക്കാം, അത്രേ ഉള്ളൂ. ട്രെയിൻ എടുത്തു. നല്ല സ്മൂത്തായിട്ടാണ് ട്രെയിൻ പോകുന്നത്. നല്ല സുഖമുണ്ട് അതിരിക്കാൻ. നോർമലി നമ്മുടെ സാധാരണ പോകുന്ന ട്രെയിൻ ഇത്രയും സ്മൂത്തല്ല കേട്ടോ. 20 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ പിന്നെ പാട്ടൊക്കെ കേട്ട് എന്തെങ്കിലുമൊക്കെ ഇരിക്കാം. Nächste Station Dresden-Freiberger Straße. അടുത്ത സ്റ്റേഷനാണ്. ഞാനിവിടെ ട്രെയിൻ ഇറങ്ങി എയർപോർട്ടിലേക്ക് നടക്കുവാണ്. എയർപോർട്ട് സെൻറ്റർ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് തന്നെ ആവാനാണ് സാധ്യത. പക്ഷെ നമ്മൾ കാടിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് പോകുന്നത്. വളരെ വൈകിയാണ് അറിഞ്ഞത് ഞാൻ റോങ് ഡയറക്ഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. ഇത് ഇവരുടെ ഓഫീസായിരുന്നു. ഒരു സെക്യൂരിറ്റിയാണ് എനിക്ക് എങ്ങോട്ടാണുള്ള വഴി എന്ന് പറഞ്ഞു തന്നത്. അയാൾ പറഞ്ഞു വന്നപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് ഞാൻ ട്രെയിൻ ഇറങ്ങിയ സ്ഥലത്ത് തന്നെയായിരുന്നു എയർപോർട്ടിൽ നിന്ന്. ഇത് ഡ്രെസ്ഡൻ ടു മ്യൂണിക്കുള്ള ഒരു ഫ്ലൈറ്റ് ആണ്. അതുകൊണ്ടാണ് ഒരു കൊതു പോലെ ഇരിക്കുന്നത് ഫ്ലൈറ്റ് കാണാൻ. ഞാൻ ഫ്ലൈറ്റ് കയറാൻ പോവാണ്. ഇത്രയും ഹൈറ്റ് കുറഞ്ഞ ഫ്ലൈറ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത്രയും ചെറിയ ഫ്ലൈറ്റ് ആയിരുന്നു ഇതിൻ്റെ അകത്തും. പക്ഷേ വിൻഡോ സീറ്റ് കിട്ടുമ്പം നമ്മൾ ഹാപ്പി ആവില്ലേ ഏതും. ഇവിടുന്ന് ആകെ 1 മണിക്കൂറുള്ള മ്യൂണിക്കിലേക്ക്. അത് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ മ്യൂണിക്കിന് നമ്മളെ ഒരു ബസ്സിൽ കയറ്റി എയർപോർട്ടിലോട്ട് കൊണ്ടുപോവാണ്. ഈ എയർപോർട്ടാണെങ്കിൽ ഒത്തിരി വലിയ. ഇതിന്റെ ഇടയിൽ വലിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ടിക്കറ്റ് എടുത്ത പേര് ശ്രീലക്ഷ്മി എസ് രാജ് എന്നായിരുന്നു. പക്ഷെ നമ്മുടെ പാസ്പോർട്ടിൽ ഫുൾ നെയിം ആണല്ലോ കൊടുക്കുക. അതായത് ശ്രീലക്ഷ്മി സജിത് രാജ് എന്നാണ് കൊടുക്കുക. പക്ഷെ ഡ്രെസ്ഡൻ എയർപോർട്ട് എത്തി ചെക്ക് ഇൻ ചെയ്യാൻ നോക്കിയ സമയത്ത് അവിടുത്തെ ഗ്രൗണ്ട് സ്റ്റാഫ് പറയാണ് എനിക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം രണ്ടും 2 പേരാണെന്നുള്ളത്. ഞാൻ അവരുടെ അടുത്ത് കുറെ പറഞ്ഞു നോക്കി, എന്നിട്ടൊന്നും അവർ സമ്മതിച്ചില്ല. അവർ പറയുന്നത് ഞാനൊരു പുതിയ ടിക്കറ്റ് എടുക്കണം എന്നാണ്. എങ്കിൽ ശരി പുതിയ ടിക്കറ്റ് എടുക്കാമെന്നും പറഞ്ഞ റേറ്റ് എത്രയാന്ന് ചോദിച്ച സമയത്ത് നോക്കുമ്പോൾ 1,00,000 രൂപയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ഞാൻ എൻ്റെ എൻഗേജ്മെന്റിനാണ് പോകുന്നത്, ഡേറ്റ് ഫിക്സ് ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തും കഴിഞ്ഞു, ഇനി എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് ഇവരെ സോപ്പിടല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഞാൻ സ്റ്റുഡന്റ് ആണ്, ഞാൻ എൻ്റെ ഹോം കൺട്രിയിലോട്ട് ട്രാവൽ ചെയ്യാണു എന്നൊക്കെ പറഞ്ഞു നോക്കി. അപ്പൊ അവരാരൊക്കെയോ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞ് അവസാനം എന്നെ കൊണ്ട് വെബ് ചെക്ക് ഇൻ ചെയ്യിപ്പിച്ചു. അങ്ങനെയാണ് എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. എന്നാലും എനിക്ക് ഉള്ളിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നേ. അതൊക്കെ പോട്ടെ, നമുക്ക് മ്യൂണിക്കിലോട്ട് വരാം. ഇത് മ്യൂണിക്കിലെ 2 ടെർമിനൽസ് കണക്ട് ചെയ്യുന്ന ഒരു ട്രെയിൻ. നമ്മൾ നോർമലി ടെർമിനൽസ് കണക്ട് ചെയ്യുന്ന ബസ് അല്ലേ കണ്ടിട്ടുള്ളൂ. ഞാനിത് ആദ്യമായിട്ടാണ് ടെർമിനൽസ് കണക്ട് ചെയ്യുന്ന ട്രെയിൻ കാണുന്നത്. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ട്രെയിൻ കയറി സീറ്റ് കിട്ടി അപ്പം തന്നെ ഞാൻ പോയിരുന്നു. ട്രെയിൻ പോകുമ്പം പിടിച്ചിരിക്കണം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എല്ലാ സ്ഥലത്തും എഴുതി വെക്കുന്നത് പോലെ ആയിരിക്കും. പക്ഷെ നീങ്ങി തുടങ്ങിയപ്പോഴല്ലേ മനസ്സിലായത് ഒടുക്കത്തെ സ്പീഡായിരുന്നു ട്രെയിനിന്. അങ്ങനെ ട്രെയിൻ കയറി എയർപോർട്ട് ടെർമിനലിലെത്തി. മ്യൂണിക് എയർപോർട്ടിൽ ഹിന്ദി പറയണ കേട്ടിട്ട് സന്തോഷിക്കണ ഞാനാണത്. ബാംഗ്ലൂരിലേക്കുള്ള ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റെന്ന് ശരിക്കും ഞാൻ ഒത്തിരി ടെൻഷൻ അടിച്ചു കേട്ടോ. എനിക്ക് പോകാൻ പറ്റില്ല എന്ന് തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഫ്ലൈറ്റ് കയറുന്നത് വരെ എനിക്ക് ആ ടെൻഷൻ ഉണ്ടാകും. ഈ ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട. ഫ്ലൈറ്റിലെ ബിസിനസ് ക്ലാസ്സിലാണ് ടിക്കറ്റ് എടുത്തതെന്നൊന്നും വിചാരിക്കണ്ട. നല്ല 1ാം തരം എക്കോണമിയിലാണ് എടുത്തിട്ടുള്ളത്. മ്യൂണിക് ടു ബാംഗ്ലൂർ ആയതുകൊണ്ട് അധികം തിരക്കുണ്ടായിരുന്നില്ല ഫ്ലൈറ്റില്. ഫ്ലൈറ്റ് എടുക്കാൻ പോവാണ്. കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ അടുത്ത് മെനു കാർഡ് കൊണ്ടു തന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ മെനു കാർഡ് തരുന്നത് കാണുന്നത്. ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. വിശന്ന് വലഞ്ഞിരിക്കുന്ന എൻ്റെ അടുത്ത് മെനു കാർഡും. ഞാനപ്പോൾ ആലോചിച്ചു ഇനിയിപ്പോൾ പൈസ കൊടുക്കേണ്ടി വരുമോ. അതുകൊണ്ടൊന്ന് അഷ്വർ ചെയ്യാൻ വേണ്ടി ക്യാബിൻ ക്രൂവിനെ വിളിച്ച് ഞാൻ ചോദിച്ചു ഇത് പെയ്ഡ് ആണോ മീലെന്ന്. അപ്പോൾ അവർ പെയ്ഡ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു ആശ്വാസമായത്. അങ്ങനെ നമ്മൾ മ്യൂണിക്കിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു. നാട്ടിൽ പോകുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് വേറെ തന്നെയാണ് കേട്ടോ. ശരി, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർ കുറച്ച് സ്നാക്സ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇത് ബിസ്ക്കറ്റ് പോലെ ക്രാക്കേഴ്സ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ.
അതിൻ്റെ കൂടെ അവർ ഓറഞ്ച് ജ്യൂസും തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു മഞ്ഞുമൽ ബോയ്സും കണ്ട് ജ്യൂസും കുടിച്ചിരിക്കാമെന്ന്. അങ്ങനെ ജ്യൂസും കുടിച്ചിരിക്കുന്ന സമയത്ത് ക്യാബിൻ ക്രൂ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, ഒരു റോ മൊത്തം ഒഴിവുണ്ട്, ആ സീറ്റ് വേണോ എന്ന്. കണ്ടും പൂട്ടി ഞാൻ യെസ് പറഞ്ഞു. നേരത്തെ ഇരുന്ന സീറ്റിൽ വിൻഡോ സീറ്റിലൊരു ചേട്ടനുണ്ടായിരുന്നു, മിഡിൽ സീറ്റിൽ ആരും ഉണ്ടായിരുന്നില്ല. എന്നാലും വിൻഡോ സീറ്റ് അല്ലേ. എനിക്ക് കിട്ടിയ പുതപ്പും പുതച്ച് സിനിമ കാണാൻ തുടങ്ങി. ഇവിടെ എത്തിയപ്പോൾ മഞ്ഞുമൽ ബോയ്സിൻ്റെ ഒരു മൂഡൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അക്വാമാൻ 2 എടുത്ത് കാണുകയാണ്. അങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ലഞ്ച് വന്നു. എനിക്ക് എന്തെന്നറിയാതെ ഒരു ലക്ഷറി എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഫ്ലൈറ്റിൽ. ശരിക്കും മെയിനായിട്ട് അധികം ആൾക്കാരില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഒരു ബിസിനസ് ക്ലാസ് വൈബായിരുന്നു. എനിക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു നല്ലോണം. ഫുഡ് ഞാൻ അത്ര കിടലെന്ന് പറയില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ലായിരുന്നു. ചെമ്മീൻ സെമി ഗ്രേവി ആയിരുന്നു, പിന്നെ കുറച്ച് ഉപ്പേരിയും റൈസും ഉണ്ടായിരുന്നു. സീ ഫുഡ് പൊതുവേ ഞാൻ പുറത്തുനിന്ന് കഴിക്കാത്തതുകൊണ്ടായിരിക്കും, അമ്മയും അച്ഛമ്മയൊക്കെ ഉണ്ടാക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അത് കഴിച്ച് ശീലിച്ചുകൊണ്ട് പുറത്തുനിന്ന് സീ ഫുഡ് ട്രൈ ചെയ്യുമ്പോൾ എനിക്ക് വലിയതായിട്ട് ഇഷ്ടമാവാറില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചപ്പോഴത്തേക്കും കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. ഫ്ലൈറ്റിൽ സെർവ് ചെയ്യുന്നത് ബ്ലാക്ക് കോഫിയാണ്. അതിൻ്റെ കൂടെ പാല് വേണമെങ്കിൽ ആഡ് ചെയ്യാം, വേണ്ടെങ്കിൽ ആഡ് ചെയ്യണ്ട. അപ്പോൾ ഞാനിപ്പം പാൽ ആഡ് ചെയ്യാണ്. എനിക്ക് ബ്ലാക്ക് കോഫീനെക്കാട്ടി മിൽക്ക് കോഫിയാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഇവർ ഷുഗർ നോർമലി 2 പാക്കറ്റ്സ് സെർവ് ചെയ്യാറുള്ളൂ, പക്ഷെ ഞാനൊരു എക്സ്ട്രാ പാക്കറ്റ് വാങ്ങിക്കാറുണ്ട്, കാരണം മധുരം നമുക്ക് വേണമല്ലോ. അങ്ങനെ വീണ്ടും ഞാൻ എൻ്റെ കൊക്കൂൺ സ്റ്റേജിലോട്ട് മാറാൻ പോവാണ്. ആകെയുള്ള ഒരു പ്രശ്നം എൻ്റെ സീറ്റിന് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റിൻ്റെ ഹാൻഡിൽസ് പൊക്കാൻ പറ്റത്തില്ല. ഞാൻ ക്യാബിൻ ക്രൂവിനെ വിളിച്ചിട്ടൊക്കെ കുറേ ചോദിച്ച് നോക്കിയായിരുന്നു, അപ്പോൾ അവർക്കും പൊക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് ഓൾറെഡി ഫിക്സ്ഡ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് നീണ്ടു നിവർന്ന് കിടക്കാൻ പറ്റിയില്ല. അങ്ങനെ നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ചു. അപ്പോഴത്തേക്കും ഭയങ്കര ദാഹം. അപ്പം ഞാൻ വിചാരിച്ചു ക്യാബിൻ ക്രൂവിൻ്റെ അടുത്ത് ഓറഞ്ച് ജ്യൂസ് ചോദിച്ചു നോക്കാമെന്ന്. ആൾക്കാരധികം ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ എക്സ്ട്രാ കാണുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ചോദിച്ചു നോക്കാമെന്ന് വിചാരിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് അവരെടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അവരുടെ അപ്രോച്ച് ഭയങ്കര വാം ആയിരുന്നു. അപ്പോൾ നമുക്ക് ചോദിക്കുന്നതിന് നമുക്കൊരു മടിയും തോന്നത്തില്ല. ഇതിന് ഒരു ഗ്ലാസ് ഹോൾഡർ ഉണ്ട്. അപ്പം ഞാൻ അതിനകത്തോട്ട് ജ്യൂസ് ഇറക്കി വെച്ച് വെറുതെ ഒന്ന് ജനൽ തുറന്ന് നോക്കിയതാണ്. ആ കാഴ്ച കണ്ട് ഞാൻ അമ്പരന്ന് നിന്നുപോയി. എന്താണെന്നല്ലേ, ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം. താഴെ മലനിരകളാണ്. അപ്പം തന്നെ ഞാൻ മാപ്പ് എടുത്ത് നോക്കി, നമ്മൾ എന്തിൻ്റെ മേലെ കൂടെയാണ് പോകുന്നതെന്ന് നോക്കുമ്പോൾ മൗണ്ട് അരാറാട്ടിലാണ്. ഇറാഖിലുള്ള ഒരു മൗണ്ടെയിൻ റേഞ്ച് ആയിരുന്നു അത്. കണ്ടിട്ട് എനിക്ക് കരച്ചിലൊക്കെ വരുമായിരുന്നു. ശരി, ഇത്രയും കണ്ണിന് കുളിർമയുള്ളൊരു കാഴ്ചയായിരുന്നു അത്. എനിക്കത് കണ്ടപ്പോൾ തന്നെ നിങ്ങളെ എങ്ങനെയും ഇത് കാണിക്കണമെന്നായിരുന്നു. അങ്ങനെ ഞാൻ കുറേ നേരം ഫോക്കസ് ചെയ്യാൻ നോക്കുമായിരുന്നു ഫോണിൽ. അങ്ങനെ കഷ്ടപ്പെട്ട് കിട്ടിയ കുറച്ച് ക്ലിപ്സാണിത്. അതിൻ്റെ കൂടെ റൈറ്റ് സൈഡിൽ ക്ലൗഡ്സ് ഇങ്ങനെ നീങ്ങുന്ന കാണാം ഫ്ലൈറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച്. കൂടെ സൺസെറ്റും. വേറെ എന്ത് വേണം. അവിടെ നിന്ന് കുറച്ചുകൂടെ ഞാൻ സൂം ചെയ്ത് നോക്കിയപ്പം അവിടെ ആ ലൈറ്റ് കാണുന്നുണ്ട്. കണ്ടിട്ട് അവിടുത്തെ ഒരു കുഞ്ഞി സിറ്റി പോലെ ഉണ്ട്. ഇതെല്ലാം ഈ ആകാശത്തുനിന്ന് കാണാന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫീലല്ലേ. ഇതൊക്കെ അങ്ങനെ നോക്കിയിരുന്നപ്പോഴാണെന്ന് വാഷ്റൂം വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. റൂമിൽ പോകേണ്ട ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഫ്ലൈറ്റിൽ കയറിയിട്ട് ഒരു വാഷ്റൂം സെൽഫി നിർബന്ധമാണ് എനിക്ക്. തിരിച്ചു വന്നിരുന്ന് നോക്കിയപ്പോഴത്തേക്കും വീണ്ടും അടുത്ത വ്യൂ. ഈ പോയിന്റിൽ എനിക്ക് ഞാൻ വേറെ ഏതോ പ്ലാനറ്റിൽ എത്തിയതുപോലെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ടിരുന്ന് താഴോട്ട് നോക്കിയപ്പോഴോ ഒരു വലിയ സിറ്റി കണ്ടു. അപ്പം മാപ്പ് എടുത്ത് നോക്കിയപ്പം കറാച്ചി ആണെന്ന് മനസ്സിലായി. അങ്ങനെ കുറച്ചു നേരം സിനിമയും കണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ഡിന്നർ വന്നിട്ടുണ്ടായിരുന്നു. ഇത് പനീർ ഫില്ല് ചെയ്ത ഒരു റോളായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതിൻ്റെ കൂടെ കോഫിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോഫി എല്ലാം കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഹോട്ട് പൈപ്സ് തന്നിട്ടുണ്ടായിരുന്നു ഫേസ് വൈപ്പ് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എത്താറായിട്ടുണ്ട്. ഞാൻ കുറച്ചു നേരം ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു ഇനിയും, പക്ഷേ എന്തോ വീട്ടിൽ പോകാനുള്ള എക്സൈറ്റ്മെൻറ്റും ഈ ഫ്ലൈറ്റിലെ സർവീസസും എല്ലാം കൂടെ കിട്ടിയപ്പം എനിക്ക് ഉറങ്ങാനേ തോന്നിയില്ല. അങ്ങനെ കുറച്ചു നേരം ഞാൻ സ്ക്രീനിലൊക്കെ നോക്കിക്കൊണ്ടിരുന്നു ഓരോന്നൊക്കെ. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ പോലും ഇത്രയും സന്തോഷം ഉണ്ടായിരുന്നില്ല. മേ ബി ഡ്രെസ്ഡനിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് വരാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ വരെ വന്നിട്ട് ഇവിടെ എത്തിയപ്പോൾ ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ എൻഗേജ്മെൻറ്റിൻ്റെ ആവാം. എന്തൊക്കെയോ എല്ലാം കൂടെ ഒരുമിച്ച് ഓവർവെൽംഡ് ആയിരുന്നു ഞാൻ ശരിക്കും. ഞാനിങ്ങനെ സ്ക്രീനിൽ 11 മിനിറ്റ് 5 മിനിറ്റ് ഇങ്ങനെ പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ഫ്ലൈറ്റ് ക്യാമറ ശ്രദ്ധിക്കുന്നത്. ഇത് ഞാൻ കയറിയ എയർക്രാഫ്റ്റിൽ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ, ആദ്യമായിട്ടാണ്. അപ്പോൾ ലാൻഡ് ചെയ്യാൻ പോകുമ്പോൾ കാണാമല്ലോ. ആ കാത്തിരിപ്പ് അങ്ങനെ അവസാനിച്ചു. 0 മിനിറ്റായി. അങ്ങനെ ഇതാ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ഇപ്പോൾ റൺവേ കൂടെ ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഡീബോർഡ് ചെയ്യാണ്.
അങ്ങനെ ബാംഗ്ലൂർ എയർപോർട്ട് എത്തി. രാത്രി ശരിക്കും എയർപോർട്ട് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് രാത്രി ബാംഗ്ലൂർ എയർപോർട്ട് കാണുന്നത്. രാത്രിയല്ല, പുലർച്ചെ. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് അടുത്ത ബസ് പിടിച്ച് നേരെ ട്രിവാൻഡ്രം പോയി. ഞാൻ വന്ന അന്ന് തന്നെ എൻ്റെ ഫേവറേറ്റ് ഡിഷ് ആയിട്ടുള്ള അപ്പവും ചിക്കൻ സ്റ്റൂ ആണ് അമ്മ എനിക്ക് ഉണ്ടാക്കി വെച്ചിരുന്നത്. നാട്ടിലെത്തിയിട്ട് ഫുൾ ഓട്ടോ ആയിരുന്നു. ആദ്യം തന്നെ റിംഗ് എടുക്കാനാണ് പോയത്. അതിന്റെ ഫുൾ വീഡിയോ ഓൾറെഡി ചിക്കൂസ് ഡൈനിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അധികം കാണിക്കുന്നില്ല. ഒരു മാസം കടന്നു പോയതും എൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതും എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അങ്ങനെ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ എനിക്ക് തിരിച്ചു പോകാനും സമയമായി. ശരിക്കും ഇങ്ങനെ അബ്രോഡൊക്കെ ഒറ്റയ്ക്ക് നിന്ന് നാട്ടിൽ തിരിച്ചു പോകുമ്പോഴാണ് നമ്മൾ സമയത്തിന്റെ വില പഠിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുമ്പം അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു മാസം ശരിക്കും എല്ലാവരുടെയും കൂടെ അടിച്ചു പൊളി. ഒരു പക്ഷേ ഞാൻ നാട്ടിലായിരുന്നെങ്കിൽ ഞാനിത് മനസ്സിലാക്കിക്കൊള്ളണം എന്നില്ല. അത്രേ ഉള്ളൂ. സ്റ്റേ ട്യൂൺഡ് വിത്ത് ഗേൾസ് ഓഫ് ചിക്കു. ബൈ.